إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് കാണിക്കേണ്ട ഈമാനിൻ്റെയും തഖ്വയുടെയും നന്ദിയുടെയും ഭാഗമായി ധാരാളമായി നിർവഹിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക. ആ നിയ്യത്ത് മറന്നു പോവാതിരിക്കുക. അതിനു വേണ്ടി പ്രവർത്തിക്കുവാനും റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന ഇസ്ലാമികമായ ശരീഅത്തിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് മികവുള്ളവരാവാം, ഏറ്റവും നല്ല നിലവാരമുള്ള ഈമാനും ഇസ്ലാമും എങ്ങനെ അതിലൂടെ നിലനിർത്താം എന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അതിലേക്ക് സ്വാഭാവികമായും നാം നിലകൊള്ളുന്ന ഈ മാസത്തിൻ്റെ ചരിത്രത്തിലൂടെ പിന്നോട്ട് പോയാൽ എത്തിച്ചേരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെയും നമുക്ക് ചേർത്ത് വെച്ച് വായിക്കുകയും ചെയ്യാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതവും റസൂലുള്ളയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശരീഅത്തും ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ സന്ദേശമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇസ്ലാമികമായ തർബിയത്ത് ജീവിതത്തിൽ നിലനിർത്തുക എന്നത്. ശരീഅത്തിന് പല ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ദഅവത്താണ്, ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുക. വേറെയൊന്ന് തഅലീമാണ്, പഠിപ്പിക്കുക. അറിവുള്ള ആളുകൾ ആവശ്യമായ കാര്യങ്ങൾ യഥാസമയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. മൂന്നാമത്തേതാണ് ഈ പറഞ്ഞ തർബിയത്ത്. പഠിപ്പിച്ചതനുസരിച്ച്, മനസ്സിലായതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ശീലം സ്വയം ഉണ്ടാക്കിയെടുക്കുക. ദഅവത്തും തഅലീമും മറ്റുള്ളവർ ചെയ്യുന്നതാണ്. ഒരു അധ്യാപകൻ കുറേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. എന്നാൽ തർബിയത്ത്, ശിക്ഷണശീലങ്ങൾ ആരും ചെയ്തു കൊടുക്കേണ്ടതല്ല. ഒരു ക്യാമ്പസിലെ അധ്യാപകനോ ഒരു മദ്രസയിലെ ഉസ്താദോ ഒരു പള്ളിയിലെ ഇമാമോ ഒന്നും ചെയ്തു കൊടുക്കേണ്ടതല്ല ശരീഅത്തിൽ പറയുന്ന നല്ല നല്ല ശിക്ഷണശീലങ്ങൾ. അത് സ്വയം ഉണ്ടാവേണ്ടതാണ്.
സ്വയം ഒരാൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് അടിച്ചേൽപ്പിക്കാനും സാധിക്കുകയില്ല. ഒരു മനുഷ്യന് ആവശ്യമായ എന്തെല്ലാം ക്വാളിറ്റീസ്, നിലവാരമുള്ള യോഗ്യതകളുണ്ടോ അതെല്ലാം ഇങ്ങനെ തർബിയത്തിലൂടെ ലഭിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ ഒരു പാരമ്പര്യമാണ് നാം നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബിയും കാണിച്ചിരുന്നത്. ശിക്ഷണശീലങ്ങളായിരുന്നു അദ്ദേഹം ആളുകൾക്ക് പകർന്നു കൊടുത്തത്. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബിയിലും കൂടെയുള്ള ആളുകളിലും നിങ്ങൾക്കൊരു ഉസ്വത്ത്, നല്ല ചര്യയും മാതൃകയുമുണ്ട്. അത് ആദർശത്തിലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിലുണ്ട്, മറ്റു ആരാധനകളിലുണ്ട്. അവയിലെല്ലാം നമുക്ക് ലഭിക്കുന്ന ഈ പറഞ്ഞ തർബിയത്തിലുമുണ്ട്. ആരാധനകൾ നമ്മൾ മറന്നു പോവുകയില്ല. സമയമായാൽ ബാങ്ക് വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ഓടിയെത്തും, അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ നമസ്കരിക്കും. പക്ഷേ തർബിയത്ത്, സ്വന്തമായി ശീലിക്കാത്ത കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അതാരെങ്കിലും പറയേണ്ടി വരും, അല്ലെങ്കിൽ നിർബന്ധിക്കേണ്ടി വരും, മേൽനോട്ടം നടത്തേണ്ടി വരും. അതൊന്നുമില്ലെങ്കിൽ നമ്മൾ പതുക്കെ ഏതെങ്കിലും പഴുതിലൂടെ സ്വയം രക്ഷപ്പെടാൻ നോക്കും. ഇസ്ലാം ദീൻ പറയുന്നത്, ഇസ്ലാമിൻ്റെ ഏറ്റവും ചെറുതും വലുതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം സ്വയം ശീലിച്ച് സ്വന്തത്തിൽ ഉണ്ടാക്കി ആചരിച്ച് പഠിക്കുക എന്നതാണ്. അതിനുവേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് ആദ്യം പാകപ്പെടുത്തിയത്. ഖുർആൻ പറയുന്നുണ്ട്, ഇത് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. വളരെ വൃത്തിയുള്ള, ഒരു തരത്തിലുള്ള പരിക്കേൽക്കാത്ത വൃത്തിയുള്ള ഒരു മനസ്സുമായിട്ടാണ് ഇബ്രാഹിം നബി പുറത്തു വന്നത്. ആ ഹൃദയവുമായിട്ടാണ് റബ്ബിനെ സമീപിച്ചത്. അപ്പോൾ ഇസ്ലാം നിർദ്ദേശിക്കുന്ന, ആവശ്യപ്പെടുന്ന എല്ലാ തർബിയത്തുകൾക്കും ആദ്യമായിട്ട് പാകപ്പെടേണ്ടത് മനസ്സിൻ്റെ അകത്തളമാണ്. അവിടെ ഈമാൻ ഉണ്ടായിരിക്കണം, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയഭക്തി ഉണ്ടായിരിക്കണം. ആ വൃത്തിയുള്ള, ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിയത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, റബ്ബി ഹബ്ലി ഹുക്മൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. എനിക്ക് നീ ജ്ഞാനം, അറിവ് നൽകണമേ, ഏറ്റവും നല്ല ആളുകളോടൊപ്പം എന്നെ ചേർക്കുകയും ചെയ്യണമേ. അത് തർബിയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. നമുക്ക് പല കാര്യങ്ങളും ആർജിക്കുവാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷേ അതൊന്നും ഹുക്കുമ്, മറന്നു പോവാത്ത ജ്ഞാനമായിട്ട് മനസ്സിലുണ്ടാവുകയില്ല. നമ്മൾ SSLC ക്ലാസ്സിലും +2-വിലും ഡിഗ്രിക്കൊക്കെ പഠിച്ച എന്തുമാത്രം കാര്യങ്ങളുണ്ട്. അവയെല്ലാം ആർക്കാണ് ഇപ്പോൾ ഓർമ്മയുള്ളത്? 90% മറന്നിരിക്കും. ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളല്ലാത്തതെല്ലാം മറന്നു പോകും. സാധാരണ അറിവിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇബ്രാഹിം നബി പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മറന്നു പോകുന്ന അറിവല്ല വേണ്ടത്. പിന്നെയോ ഹുക്കുമ് അല്ലെങ്കിൽ ഹിക്മത്ത് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് ജ്ഞാനമാണ്, മനസ്സിൽ വേരൂന്നിയിരിക്കുന്ന ഒരറിവ്. അതിൽ പിന്നെ സംശയങ്ങൾ ഉണ്ടാവുകയില്ല. ആ അറിവ് കൊടുക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്ന് ഈ വെളിച്ചവും അറിവും ലഭിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിനെ വൃത്തിയാക്കും. ഇബ്രാഹിം നബിയുടെ മനസ്സ് പോലെ ഖൽബുൻ സലീമായിട്ട് മാറും. അപ്പം എല്ലാ നല്ല ഗുണങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും മൂല്യങ്ങളും ധർമ്മചിന്തയുമൊക്കെ തുടങ്ങുന്നതും തുടങ്ങേണ്ടതും
ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞ കൽബുൻ സലീം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പം തർബിയത്തിൽ ഉണ്ടാവേണ്ടത്, നല്ല ശിക്ഷണശീലങ്ങളിൽ നാം ഉണ്ടാക്കേണ്ടത്, നമ്മുടെ മക്കൾക്കുണ്ടാക്കേണ്ടത് നല്ല വൃത്തിയുള്ള മനസ്സുള്ളവരായി ജീവിക്കുക എന്നത് മാത്രമാണ്. മറ്റൊരു കാര്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനക്കരുത്താണ്. അതും ഈ പറഞ്ഞ തർബിയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. നല്ല മനക്കരുത്തുള്ള ആൾ എന്ന് ചില ആളുകളെ പറ്റി നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരാളുടെ മനക്കരുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അയാളുടെ ഈമാനുമായിട്ടാണ് എന്നാണ് റസൂലുള്ള പറയുന്നത്. ഈമാനിനോളം മനസ്സിനെ ആണി അടിച്ച് ഉറപ്പിച്ച് നിർത്താൻ പറ്റിയ മറ്റ് ഒരു സംഗതിയും ഈ ലോകത്ത് ലഭിക്കുകയില്ല. കാരണം ഈമാൻ നേർക്കുനേരെ നമ്മളെ കൊളത്തിയിരിക്കുന്നത്, ബന്ധിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവുമായിട്ടാണ്. അള്ളാഹു, ഈമാൻ, പിന്നെ നമ്മുടെ മനസ്സ്, അതോടുകൂടെ മനസ്സ് ഉറച്ചു കഴിയുകയാണ്. ഇബ്രാഹിം നബിക്ക് എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കതറിയാം, വിസ്തരിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ അദ്ദേഹം ഉറച്ചു നിന്നത്, പിടിച്ചു നിന്നത് ഈമാൻ നൽകുന്ന മനക്കരുത്തിൻ്റെ ബലത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു. നീ അള്ളാഹുവിന് എല്ലാ തലത്തിലും കീഴൊതുങ്ങുക എന്ന് അള്ളാഹു കൽപ്പിക്കേണ്ട താമസം. ഇബ്രാഹിം താമസിയാതെ, അല്പം പോലും വൈകാതെ മറുപടി കൊടുത്തു, ഓക്കെ, ഞാൻ റെഡിയാണ്, നിനക്ക് വേണ്ടി കീഴൊതുങ്ങി ജീവിക്കുവാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു. അതാണ് ഈമാൻ ഉണ്ടാക്കുന്ന മനക്കരുത്തിൻ്റെ നേട്ടം. ഏത് പ്രതിസന്ധികളിലും എന്തെങ്കിലും ഒരു പോംവഴി, ഒരു രക്ഷാമാർഗം അള്ളാഹു എനിക്ക് കാണിച്ചു തരും എന്ന ധൈര്യവും ശുഭപ്രതീക്ഷയുമാണ് ഈ ഈമാനിലൂടെയുള്ള മനക്കരുത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം. അത് നമുക്ക് ഈ ലോകത്ത് തന്നെ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാം പറഞ്ഞ ആ തർബിയത്തിൽ ജീവിക്കുകയാണെങ്കിൽ, സ്വാലിഹീങ്ങൾക്കൊപ്പം ജീവിക്കുകയാണെങ്കിൽ, എല്ലാ പ്രയാസങ്ങളുടെയും അപ്പുറത്ത് ഈമാനും അള്ളാഹുവും ഒരു ആശ്വാസം നമുക്ക് കാണിച്ചു തരും. നമ്മൾ പക്ഷികളെയും കാക്കയെയും അതുപോലെ കുരുവിയെയും ഒക്കെ ശ്രദ്ധിക്കുക. നല്ല മഴയും ഇടിയും കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? നനയാതിരിക്കാൻ അഭയം തേടി മരങ്ങളുടെ പൊത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സുരക്ഷിത സ്ഥാപനങ്ങളിൽ സ്ഥലം പിടിക്കും. എന്നാൽ പക്ഷികളുടെ കൂട്ടത്തിൽ വേറൊരു കേമനുണ്ട്, പരുന്ത്. പരുന്ത് മരത്തിൻ്റെ പൊത്തിൽ ഒളിച്ചിരിക്കാറില്ല, പാറയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കാറില്ല. മഴയും കാറ്റും ഉണ്ടാകുമ്പോൾ പരുന്ത് വീണ്ടും മുകളിലേക്ക് ഉയരും, പറന്നുയരും. മഴയില്ലാത്ത, കാർമേഘമില്ലാത്ത, നനയാത്ത ഒരു പ്രതലത്തിലേക്കാണ് പരുന്ത് പറക്കുന്നത്. ഇത് നല്ല ഒരു അനുഭവ ഉദാഹരണമായിട്ടാണ് പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ മുമ്പിൽ കാറ്റും കോളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എത്ര ജീവിതത്തിനുണ്ടെങ്കിലും ഈമാൻ കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഉയർന്ന് പറക്കാൻ ശ്രമിച്ചാൽ അവിടെ അല്പം ആശ്വാസമുള്ള, സുഖമുള്ള, നമുക്ക് സമാധാനിക്കാവുന്ന ഒരു പ്രതലം അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ടാവും. ആ ഒരു തലത്തിലേക്ക് എത്താൻ എന്ത് വേണം? ഇബ്രാഹിം നബിക്ക് ലഭിച്ച കൽബുൻ സലീം, കേടുപാടില്ലാത്ത, വേണ്ടാത്ത ഒരു ചിന്തകളുമില്ലാത്ത വൃത്തിയുള്ള ഒരു മനസ്സ്. അള്ളാഹു നമ്മളുടെ മസ്തിഷ്കത്തെയും മനസ്സിനെയും അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ആലോചിക്കുവാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മസ്തിഷ്കത്തിലുണ്ട്.
നമ്മുടെ വകയായിട്ട് ഒന്നും അതിലേക്ക് ചേർക്കേണ്ടതില്ല. അതേസമയം നമ്മുടെ വകയായിട്ട് അനാവശ്യമായ ഒന്നും അതിലേക്ക് വെക്കാനും പാടില്ല. പകയും പ്രതികാരവാഞ്ചയും കോപവും വൈരവും എല്ലാം കൂടി നാം തലയിൽ കയറ്റി വെച്ചാൽ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഖൽബുൻ സലീം എന്ന നേട്ടമാണ്. ഈ വക കാര്യങ്ങളൊക്കെ മസ്തിഷ്കത്തെയും മനസ്സിനെയും പലപ്പോഴായിട്ട് വൃത്തികേടാക്കും, പരിക്കേൽപ്പിക്കും. അവിടെ പിന്നെ ഈമാനും ചോർന്നു പോകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈമാൻ കൊണ്ട് പരുന്തിനോളം ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുകയില്ല. ഇപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയിരിക്കുന്ന തർബിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതുതന്നെയാണ്. വൃത്തിയുള്ള മനസ്സുമായി, നല്ല ഉറപ്പുള്ള ഈമാനുമായി, ഈമാൻ നൽകുന്ന മനക്കരുത്തുമായി, നല്ല ഗുണങ്ങളും സ്വഭാവങ്ങളും മറന്നു പോവാതെ ജീവിക്കുക എന്നത്. അവയെല്ലാം തനിക്ക് ലഭിച്ച പോലെ അവസാനം വരെയും ജീവിക്കാനിരിക്കുന്ന ആളുകൾക്ക് ലഭ്യമാവണം എന്നുള്ളത് കൊണ്ട് അത് അള്ളാഹുവിനോട് അദ്ദേഹം ഒരു പ്രാർത്ഥനാ രൂപത്തിൽ പറയുകയും ചെയ്തു. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, ഈ സമുദായത്തിൽ നിന്ന് ഒരു റസൂലിനെ നീ പറഞ്ഞയക്കണം. മുഹമ്മദ് നബിയെ പറ്റിയാണ് പറയുന്നത്. എന്താവുന്നു ഈ റസൂലിൻ്റെ നിലവാരം? യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഇബ്രാഹിം നബി ചെയ്തു വച്ച അധ്യാപനം, കിതാബ് പഠിപ്പിക്കൽ, ജ്ഞാനം നൽകൽ, അതോടൊപ്പം വയുസക്കീഹിം, ഹൃദയത്തെ സംസ്കരിച്ച് കൽബുൻ സലീം പോലെയാക്കുന്ന ഒരു പ്രവാചകൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ 23 കൊല്ലക്കാലം കൊണ്ട് ചെയ്തു വച്ചത് അതുതന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ തലത്തിലും മനുഷ്യനെ വളരെ മാറ്റുരക്കാവുന്ന, എവിടെയും സമർപ്പിക്കാവുന്ന, എവിടെയും ഉരുകിപ്പോവാത്ത ഒരു വ്യക്തിത്വമാക്കി എല്ലാ മുസ്ലിങ്ങളെയും അദ്ദേഹം പരിവർത്തിപ്പിച്ചു. അതാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് ഖൽബുൻ സലീം ഉണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയാണ് പ്രധാനം. ബിസിനസ്, വാണിജ്യ, വ്യവസായ രംഗത്ത് ധാരാളം പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവയൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു നയതന്ത്ര പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഒരു പരസ്യവും നൽകാതെ നന്നായി ബിസിനസ് ചെയ്യുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് വ്യവസായ രംഗം പറയാതെ പറയുന്ന ഒരു രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ എങ്കിൽ പരസ്യപ്പെടുത്തേണ്ടതില്ല. ആളുകൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഒരു മുസൽമാൻ്റെയും ക്വാളിറ്റി അതുതന്നെയാണ്. നമുക്ക് പരസ്യങ്ങൾ വേണ്ടതില്ല. വലിയ ശബ്ദ കോലാഹലങ്ങളിൽ നമ്മളെ ആരും പരിചയപ്പെടുത്തേണ്ടതില്ല. ഇബ്രാഹിം നബിയുടെ ഖൽബുൻ സലീമുണ്ടെങ്കിൽ, അതിൽ ഈമാനുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ തെരഞ്ഞ് ഇങ്ങോട്ട് വരും. ആളുകൾ നമ്മെ വിലയിരുത്തും. നമ്മളുടെ ഈമാനും ഭക്തിയും സ്വഭാവമൂല്യവും എല്ലാം ആരും പറയാതെ അവർക്ക് ബോധ്യപ്പെടും. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിച്ചെടുത്ത തർബിയത്തിൻ്റെ നല്ല ശിക്ഷണശീലങ്ങളായിട്ട് പിന്നീട് വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നല്ല പൈതൃകം. അത് നമ്മൾ സൂക്ഷിക്കുക. അതിനാവശ്യമായത് ഈമാനും അമലു സ്വാലിഹാത്തും തന്നെയാണ്. അത് ഒരു പിശുക്കും കൂടാതെ, ഒരു വീഴ്ചയുമില്ലാതെ നാം നിരന്തരം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ ചിന്തയിലും മനസ്സിലും നല്ല ഈമാനും ഭക്തിയും നൽകി ഏറ്റവും നല്ലവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഈ പറഞ്ഞ തർബിയത്ത്, നല്ല ശിക്ഷണശീലങ്ങൾ ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ്, എങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഇന്നമാ അന ലക്കും ബി മൻസിലത്തിൽ വാലിദി വഅല്ലിമുക്കും എന്നാണ് ഹദീസുകളിൽ വന്നിരിക്കുന്നത്. റസൂൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബാപ്പയുടെ, പിതാവിൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. എന്നിട്ടോ വഅല്ലിമുക്കും, നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള റസൂലാണ്, എല്ലാവർക്കും പിതാവിൻ്റെ സ്ഥാനത്താണ്, എല്ലാവരുടെയും മുഅല്ലിം, അധ്യാപകൻ്റെയും സ്ഥാനത്താണ്. ഈ രൂപത്തിൽ അധ്യാപനവും തർബിയത്തും ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത, ഉണ്ടാക്കിയെടുത്ത വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെയും കുട്ടികൾക്ക്, സമൂഹത്തിൽ യുവാക്കൾക്കൊക്കെ അങ്ങനെയുള്ള ഒരു തർബിയത്തിൻ്റെ കുറവുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. നമ്മുടെ കുട്ടികളെല്ലാം നല്ലവരാണ്. ഏത് ബാപ്പക്കും ഏത് ഉമ്മാക്കും അവരുടെ മക്കൾ വളരെ പ്രിയപ്പെട്ടവരായിരിക്കും. എങ്ങനെയൊക്കെയാണെങ്കിലും ആ കുട്ടികൾക്ക് നാം നിരന്തരം നൽകേണ്ട ഒരു പോഷണമാണ് ഇസ്ലാമികമായ തർബിയത്ത്. അവർ നാം നേരത്തെ പറഞ്ഞ പോലെ നമസ്കരിക്കാൻ താല്പര്യമുണ്ടാകും. റമദാൻ വന്നാൽ ആരും പറയാതെ നോമ്പെടുക്കും, ഉംറക്കും ഹജ്ജിനുമൊക്കെ പോകും. ആരാധനയുടെ വശങ്ങളൊക്കെ ഭംഗിയായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ എവിടെയാണ് ഈ തർബിയത്ത് ചോർന്നു പോകുന്നത്? അത് നാം നോക്കിയാൽ മിക്കവാറും സാംസ്കാരികമായ പ്രതലങ്ങളിലായിരിക്കും. ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ, ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള വിവാഹരംഗങ്ങളും വിവാഹ സന്ദർഭങ്ങളും, അവിടെയെല്ലാം പൊട്ടിത്തെറിക്കുന്നതും അതിരുവിട്ട് കളിക്കുന്നതും പല ആഭാസങ്ങളും കാണിക്കുന്നതും ഈ നമസ്കരിക്കുന്ന, റമദാൻ നോമ്പെടുത്തിരിക്കുന്ന മക്കളും യുവാക്കളും തന്നെയാണ്. അപ്പോൾ എവിടെയോ ഒരു തർബിയത്തിൻ്റെ കുറവ് സമൂഹത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അനാചാരങ്ങളും അമിതാചാരങ്ങളും ഇല്ലാത്ത ഇസ്ലാമിൻ്റെ സംസ്കാരം വളരെ വളരെ ലളിതമാണ്. നന്മ എന്തെല്ലാമുണ്ടോ അത് സ്വീകരിക്കുക, തിന്മ എന്തെല്ലാമുണ്ടോ, തിന്മയിലേക്ക് എത്തിയേക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് പാടെ വെടിയുക എന്ന ഈ രണ്ട് പോയിന്റിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുവാനുള്ള തർബിയത്താണ് വേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മകനോട് പറയുന്ന സുദീർഘമായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം പറഞ്ഞ പോലെ ഒരു ബാപ്പയുടെയും അധ്യാപകൻ്റെയും സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മളെ കേൾപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അവിടെയൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പറഞ്ഞ ഒരു തലത്തിലാണ്. ആരാധനാകർമ്മങ്ങളിലും പുറം ജീവിതത്തിലും പ്രത്യേകിച്ച് സാംസ്കാരികമായ തലങ്ങളിലും ഇസ്ലാമും ഈമാനും നഷ്ടപ്പെട്ടു പോവാതെ നല്ല നിലവാരമുള്ള, ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള ഒരു മുസ്ലിമായി നിലകൊള്ളുക എന്നതാണ് അതിൻ്റെ ചുരുക്കം. ആ രൂപത്തിൽ നമ്മുടെ മക്കളെയും സമൂഹത്തെയും ഒക്കെ ആക്കിയെടുക്കുവാനുള്ള ഒരു ബാധ്യതയും അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു പ്രാർത്ഥന വഅൽഹിഖ്നി ബിസ്വാലിഹീൻ എന്നാണ്. സ്വാലിഹീങ്ങൾക്കൊപ്പം എന്നെ ചേർക്കണം. ആരാണ് സ്വാലിഹീങ്ങൾ? നല്ലവർ, സദ്വൃത്തർ, നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയുള്ള ആളുകൾ. അത് വെറുതെ ഉണ്ടാവുന്നതല്ല. നമ്മുടെ കൂട്ടുകെട്ടും സുഹൃത്തുക്കളും ചങ്ങാതിമാരും സാമൂഹികമായ തൊഴിൽ രംഗത്തുള്ള ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ഈ ഒരു സ്വലാഹിലേക്ക്, നന്മയിലേക്ക്, പുണ്യത്തിലേക്ക് വരുമ്പോഴാണ്
നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും ഇതുപോലെ നന്മയുടെയും ഭക്തിയുടെയും ആക്കി മാറ്റുക. അതിനും നമ്മൾ ശ്രദ്ധിക്കുക, മറക്കാതിരിക്കുക. ചെറിയ ചെറിയ മറവികളും അശ്രദ്ധയും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടത്തിലേക്കും ദുരന്തത്തിലേക്കുമായിരിക്കും. പ്രത്യേകിച്ച് ഈമാനിൻ്റെയും ഭക്തിയുടെയും കാര്യത്തിൽ അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ എല്ലാവിധ റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമൂഹത്തിലുള്ള എല്ലാവരെയും അനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്ന് എല്ലാവിധ മോശമായ സ്വഭാവങ്ങളും വർജിച്ചുകൊണ്ട് നല്ല വൃത്തിയുള്ള ഈ പറഞ്ഞ പോലെയുള്ള വിശുദ്ധമായ ഹൃദയവുമായി നല്ല ഈമാനുമായി ജീവിക്കുന്ന ഒരു നിലവാരത്തിൽ അള്ളാഹു നമ്മയെല്ലാം വളർത്തിയെടുക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് പടച്ചവനെ നീ റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കുമെല്ലാം അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ നമ്മളുടെ ദാനധർമ്മങ്ങളും സദക്കകളുമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട സംഗതികൾക്കാണ് നാം ശേഖരിക്കുന്നത്. എല്ലാവരും എല്ലാ ആഴ്ചയിലും ചെയ്യാറുള്ളത് പോലെ അതിനേക്കാളേറെ കുറച്ചുകൂടി ഈ തവണയും നമ്മൾ സ്വതക്ക ചെയ്ത് അതിൽ പങ്കാളികളാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.